ഇന്നലെ സുരേഷ് ഗോപി സാധാരണ അദ്ദേഹം മാധ്യമങ്ങളുടെയൊക്കെ മുമ്പിൽ ഭരത്ചന്ദ്രനായി പ്രത്യക്ഷപ്പെടുന്ന ഒരാളാണ്. പക്ഷേ ഇന്നലെ അദ്ദേഹം മാധ്യമങ്ങളെ കാണാതെ മാധ്യമങ്ങൾക്ക് ഉള്ള തന്നെ സുരക്ഷാ പ്രശ്നത്തിന് പേരിൽ മാറി നിൽക്കണമെന്ന് ഗൺമാനൊക്കെ വന്ന് പറയുന്ന ഒരു രംഗം നിങ്ങൾ കണ്ടു. അപ്പോൾ അങ്ങനെ മാധ്യമങ്ങളെ കാണാതെയാണ് അദ്ദേഹം നൈസായിട്ട് അവിടെ നിന്ന് സ്ഥലം വിട്ടത്. ആ സ്ഥലം വിട്ടതിൻ്റെ പിന്നിലുള്ള രണ്ട് കാരണങ്ങളെന്ന് പറയുന്നത് ഇന്ന് ക്രിസ്ത്യൻ സഭകൾ എടുത്തിട്ടുള്ള ഒരു നിലപാട് മുനമ്പം ഇഷ്യൂവുമായി ബന്ധപ്പെട്ട് മുനമ്പത്തിൻ്റെ കാര്യത്തിൽ അതൊരു പ്രശ്നാധിഷ്ഠിത പിന്തുണയാണ് കൊടുത്തത് എന്നുള്ളതും അതിൻ്റെ പുറത്താണ് വഖഫ് ബില്ലിനെ പിന്തുണക്കണം എന്നുള്ള അഭ്യർത്ഥന പ്രഖ്യാപിച്ചതെന്നും അതല്ലാതെ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടികളോട് അനുകൂലമായിട്ടുള്ള തീരുമാനമല്ല തങ്ങളെടുത്തതെന്നൊക്കെ അവർ വ്യക്തമാക്കിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടല്ല സുരേഷ് ഗോപി കാണാതെ പോയത്. സുരേഷ് ഗോപി കാണാതെ പോയത് ഇന്നലെ ദീപിക മുഖപത്രത്തിൽ, ദീപിക ആരുടെ പത്രമാണ് എന്നുള്ളത് ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ, നിങ്ങൾക്കറിയാം. അപ്പോൾ അത്തരത്തിൽ ദീപിക മുഖപത്രത്തിൽ വന്നിട്ടുള്ള ഒരു മുഖപ്രസംഗമാണ്, അതായത് സഭയുടെ നിലപാടുകളാണ്. ആ സഭയുടെ നിലപാട് പറഞ്ഞേക്കുന്നത് ജബൽപൂരിലും അപമാനം എന്നുള്ളതാണ്. ആ ജബൽപൂരിനെ കുറിച്ച് എനിക്കൊരു വീഡിയോ ചെയ്യാൻ കഴിഞ്ഞില്ല, കുറച്ച് തിരക്കുകൾ കാരണം. ജബൽപൂരിലുണ്ടായത് നമുക്കറിയാമല്ലോ, അതായത് ക്രിസ്ത്യൻ ആളുകളൊക്കെ തന്നെ മതപുരോഹിതരൊക്കെ തന്നെ ആക്രമിക്കുന്ന ഒരു രംഗമുണ്ടായി. അപ്പോൾ അതിനെക്കുറിച്ചാണ് ഈ പറയുന്ന പോലെ ജബൽപൂരിലും അപമാനം എന്ന് പറയുന്ന ഒരു എഡിറ്റോറിയൽ എഴുതിയിട്ടുള്ളത്, മുഖപ്രസംഗം എഴുതിയിട്ടുള്ളത്. ആ മുഖപ്രസംഗം ഇങ്ങനെയാണ്, ഞാൻ എൻ്റെ പ്രസക്ത ഭാഗങ്ങൾ മാത്രം വായിക്കാം. ന്യൂനപക്ഷങ്ങളെ ആക്രമിക്കുന്നവരുടെ സംരക്ഷണ കേന്ദ്രമല്ല തങ്ങളെന്ന് സന്ദേശം കൊടുക്കാൻ കേന്ദ്രത്തിലെയും സംസ്ഥാനങ്ങളിലെയും സർക്കാരുകൾ തയ്യാറായാൽ അന്ന് തീരും ന്യൂനപക്ഷങ്ങൾക്കെതിരെയുള്ള ആക്രമണങ്ങൾ. ന്യൂനപക്ഷ വിദ്വേഷവും ഹിംസയും കൊണ്ട് മാത്രം നിലനിൽക്കുന്ന വിധ്വംസക സംഘങ്ങളെ കേന്ദ്ര സർക്കാർ കണ്ടില്ലെന്ന് നടിക്കരുത്. മധ്യപ്രദേശിലെ ജബൽപൂരിൽ ക്രൈസ്തവ വിശ്വാസികളെയും പുരോഹിതരെയും പോലീസിന് മുന്നിലിട്ട് മർദ്ദിച്ച സംഭവം സംഘപരിവാറിൻ്റെ ബലം ആ സംസ്ഥാനത്തും കേന്ദ്രത്തിലും അധികാരത്തിലുള്ളത് BJP ആണ് എന്ന ധൈര്യമാണ് എന്നാണ് പറഞ്ഞേക്കുന്നത്. എന്ന് പറഞ്ഞാൽ വ്യക്തമായിട്ടാണ് ദീപിക ക്ലാരിറ്റിയോടുകൂടിയാണ് പറഞ്ഞേക്കുന്നത്. അത്തരമൊരു സംരക്ഷണ കേന്ദ്രമല്ല തങ്ങളെന്ന് സന്ദേശം കൊടുക്കാൻ ഈ BJP സർക്കാരുകൾ തയ്യാറായാൽ അന്ന് തീരും ന്യൂനപക്ഷങ്ങൾക്കെതിരെയുള്ള ആക്രമണങ്ങൾ, അന്ന് തീരും. കുറ്റവാളികളുടെ പക്ഷത്തേക്ക് കൂറുമാറിയ പോലീസിൻ്റെ കുറ്റകരമായ നിഷ്ക്രിയത്വം ജബൽപൂരും അത് മാത്രമാണ് ഉറപ്പിക്കുന്നതെന്നാണ്. എന്ന് പറഞ്ഞാൽ പറഞ്ഞു വെക്കുന്നത് ജബൽപൂർ മാത്രമല്ല, അതിനു മുമ്പുള്ള പല സംഭവങ്ങളും ഉണ്ടായിട്ടുണ്ട്, പക്ഷേ ജബൽപൂരും അത് തന്നെയാണ് ഓർമ്മിക്കുന്നതെന്നാണ്. പിന്നെ അവർ പറയുന്നത് തിരിച്ചടിക്കില്ലെന്ന് ഉറപ്പുള്ള ക്രൈസ്തവ വിശ്വാസികളെയും പുരോഹിതരെയും തല്ലുന്നതിനോളം എളുപ്പമുള്ള ജോലി വേറെയില്ല. അതെന്തോ വീരകൃത്യമാണെന്ന് ധരിക്കുന്ന സംഘപരിവാർ അഴിഞ്ഞാടുമ്പോൾ ജബൽപൂരിലും പോലീസ് നോക്കി നിൽക്കുകയായിരുന്നു. കഴിഞ്ഞ ദിവസമാണ് വൈദികരെയും വിശ്വാസികളെയും ബജ്രംഗദൾ പ്രവർത്തകർ ആക്രമിച്ചത്. ജബൽപൂർ രൂപതയ്ക്ക് കീഴിലുള്ള മാണ്ഡല ഇടവകയിലെ ഒരു കൂട്ടം വിശ്വാസികൾ ജൂബിലിയുടെ ഭാഗമായി ജബൽപൂരിൽ തന്നെ വിവിധ പള്ളികളിലേക്ക് തീർത്ഥാടനം നടത്തുന്നതിനിടയിലായിരുന്നു ആക്രമണം. രൂപതാ വികാരി ജനറൽ ഫാദർ ഡേവിസ് ജോർജും പ്രൊക്യുറേറ്റർ ഫാദർ ജോർജ് തോമസും പോലീസ് ഉദ്യോഗസ്ഥർക്ക് കൺമുൻപിൽ സംഘപരിവാർ ആക്രമണത്തിനിരയായി. വിദ്യാഭ്യാസ വിചക്ഷണനും മധ്യപ്രദേശിലെ തന്നെ ഏറ്റവും മികച്ച വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലൊന്നുമായ ജബൽപൂർ സെൻട്രൽ ഓഷ്യസ് കോളേജിൻ്റെ മുൻ പ്രിൻസിപ്പലായിട്ടുള്ള ഫാദർ ഡേവിസ് ജോർജ് BJPക്കാരുൾപ്പെടെ എത്രയോ മനുഷ്യരുടെ ഗുരുസ്ഥാനീയനാണ്. മികച്ച വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾക്ക് 3 ദേശീയ പുരസ്കാരങ്ങൾ ഏറ്റുവാങ്ങിയ അദ്ദേഹത്തിന് പോലും ഇതാണ് സ്ഥിതിയെങ്കിൽ സഹതപിക്കേണ്ടിയിരിക്കുന്നു. ഈ രാജ്യത്തിൻ്റെ സാംസ്കാരിക മൂല്യങ്ങൾക്ക് ഒരു വിലയും കൊടുക്കാത്ത സാമൂഹ്യ വിരുദ്ധർ നിർബന്ധിത മതപരിവർത്തന നിരോധന നിയമത്തിൻ്റെ തലയെക്കെട്ടും കെട്ടി മുഷ്ടി ചുരുട്ടി നിൽക്കുമ്പോൾ ഇടപെടാത്ത ഭരണകൂടങ്ങൾക്ക് എങ്ങനെയാണ് ദേശീയ ഉദ്ഗ്രഥനത്തിൻ്റെ കൊടിയേന്താനാകുന്നത്? തങ്ങളുടെ മനമറിഞ്ഞു മാത്രം പ്രവർത്തിക്കുന്നത്ര താഴേക്കിടയിലാണ് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളെല്ലാം പോലീസിനെ നിർത്തിയിരിക്കുന്നത്. ജബൽപൂരിലെ പോലീസിനും അതിൽ നിന്ന് മുക്തിയില്ല. 2017 മധ്യപ്രദേശിലെ സത്നയിൽ ക്രിസ്മസിന് കരോൾ ഗാനം ആലപിച്ചവരെയും വൈദികരെയും സംഘപരിവാർ ആക്രമിച്ചപ്പോഴും പോലീസ് കാഴ്ചക്കാരായിരുന്നു. കസ്റ്റഡിയിലെത്തിയ വൈദിക വിദ്യാർത്ഥികളെയും വൈദികരെയും സംഘപരിവാരങ്ങൾ പോലീസ് സ്റ്റേഷനുള്ളിൽ വെച്ച് ആക്രമിക്കുകയും പുറത്തവരുടെ വാഹനം കത്തിക്കുകയും ചെയ്തു. വർഗീയ ആൾക്കൂട്ട ആക്രമണത്തിനു കാരണം പതിവ് പോലെ മതപരിവർത്തനമെന്ന വ്യാജ ആരോപണമായിരുന്നു. പിന്നീട് എത്രയോ ആക്രമണങ്ങൾ രാജ്യത്ത് നിർഭയം അരങ്ങേറിയത്. ഇക്കഴിഞ്ഞ ജനുവരിയിൽ യുണൈറ്റഡ് ക്രിസ്ത്യൻ ഫോറം പുറത്തുവിട്ട കണക്കനുസരിച്ച് 834 ആക്രമണങ്ങളാണ് ക്രൈസ്തവർക്കെതിരെ നടത്തിയിട്ടുള്ളത്. 2023 ഇത് 734 ഏറ്റവും അധികം ആക്രമണങ്ങൾ ഉത്തർപ്രദേശിലാണ്. ജബൽപൂരിലെ ആക്രമണത്തെക്കുറിച്ചുള്ള ചോദ്യങ്ങൾക്ക് മുന്നിൽ, ഇവിടെയാണ് സുരേഷ് ഗോപിയുടെ കാര്യം വരുന്നത്. ജബൽപൂരിലെ ആക്രമണത്തെക്കുറിച്ചുള്ള ചോദ്യങ്ങൾക്ക് മുന്നിൽ ഇന്നലെ സുരേഷ് ഗോപി MP സംയമനം നഷ്ടപ്പെടുന്നത് കണ്ടു. അദ്ദേഹം മാധ്യമങ്ങൾക്ക് നൽകിയ ബി കെയർഫുൾ എന്ന മുന്നറിയിപ്പ് ക്രൈസ്തവർക്കെതിരെ അക്രമം അഴിച്ചുവിടുന്നവർക്ക് കൊടുത്തിരുന്നെങ്കിൽ അന്തർദേശീയ മതസ്വാതന്ത്ര്യ റിപ്പോർട്ടുകൾ ഇന്ത്യയെ തുടർച്ചയായി പ്രതിസ്ഥാനത്ത് നിർത്തുമ്പോൾ അതിനെ വിദേശ രാജ്യങ്ങളുടെ അജണ്ടയെന്ന് പറയുന്നതിന് പകരം തിരുത്തലാണ് വേണ്ടത് എന്ന് പറഞ്ഞാൽ സുരേഷ് ഗോപിയുടെ ദീപിക പറയുന്നത് ബി കെയർഫുൾ എന്ന ഈ പറയുന്ന പോലെ വാക്കുകൾ അവിടെ അക്രമം നടത്തുന്നവരോട് പറയാനാണ്.
പിന്നെ അടുത്തത് പറഞ്ഞേക്കണത് വിമർശനങ്ങളുടെ മതസ്വാതന്ത്ര്യ റിപ്പോർട്ടുകളുടെയും കണ്ണാടി തല്ലിപ്പൊട്ടിക്കുന്നവർ കാൽച്ചുവട്ടിൽ ചിതറിക്കിടക്കുന്ന ചില്ലുകളുടെ മതേതര ഇന്ത്യയെ കാണാൻ വൈകുകയാണല്ലോ എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ മുഖപ്രസംഗം അവസാനിക്കുന്നത്. എന്ന് പറഞ്ഞാൽ കൃത്യമായ നിലപാടാണ് സുരേഷ് ഗോപിക്കെതിരെ പോലും അല്ലെങ്കിൽ ബി ജെ പിക്കും സംഘപരിവാറിനുമെതിരെ എടുത്തിട്ടുള്ളത്. ഒന്ന്. ഇനി മറ്റൊരു കാര്യം കൂടി, എന്തുകൊണ്ടാണ് സുരേഷ് ഗോപി അവിടെ നിന്ന് പത്രക്കാരെയും മാധ്യമങ്ങളെയൊക്കെ കാണാതെ തടി തപ്പിയിട്ടുള്ളത്? കഴിഞ്ഞ തവണത്തെ പ്രകടനം തന്നെ കുറച്ച് ഓവറായിരുന്നു, അത് കുറച്ച് അബദ്ധമായിരുന്നു എന്ന് അദ്ദേഹം തിരിച്ചറിയിക്കുന്നു എന്ന്. ഇനി രണ്ടാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, ഇന്നലെ ഓർഗനൈസറിൽ ഒരു ലേഖനം വന്നിരുന്നു. ആ ലേഖനത്തിൻ്റെ വിശദാംശങ്ങളിലേക്കൊന്നും ഞാൻ കിടക്കത്തില്ല. ആ ലേഖനം പറഞ്ഞു വെക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത്, ഇന്ത്യയിൽ ഗവൺമെൻറ്റിനേക്കാൾ ഭൂമിയുള്ളത് ക്രൈസ്തവ സഭകൾക്കാണെന്നും അവരാണ് ഈ പറയുന്ന പോലെ ഏറ്റവും വലിയ ലാൻഡിൻ്റെ ഓണേഴ്സ് എന്നും അത് കൃത്യമായി ആരും ശ്രദ്ധിച്ചിട്ടില്ല എന്നുമൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഒരു ലേഖനം വന്നത്. പക്ഷേ ലേഖനം വന്ന് ഈ ക്രൈസ്തവ സഭകളെ ഇപ്പോൾ വെറുപ്പിച്ചാൽ കേരളത്തിലെ അജണ്ട പൊളിയും എന്നുള്ളത് കൊണ്ടായിരിക്കും ലേഖനം ഏതാണ്ട് കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ തന്നെ പിൻവലിച്ചു. അപ്പോൾ ഇത്തരത്തിൽ ഈ മുനമ്പം ഇഷ്യൂവിൻ്റെ കാര്യത്തിലാണെങ്കിലും ഈ ജബൽപൂരിൻ്റെ ഇഷ്യൂവിലാണെങ്കിലും അതുപോലെ തന്നെ ഈ പറയുന്ന നേരത്തെ പറഞ്ഞ മറ്റേ ഓർഗനൈസറിൽ വന്നിട്ടുള്ള ലേഖനത്തിൻ്റെ കാര്യത്തിലൊക്കെ ആണെങ്കിലും നേരത്തെ പറഞ്ഞ വളരെ സ്മൂത്തായി കൃത്യമായി പോയിക്കൊണ്ടിരുന്ന ഒരു പൊളിറ്റിക്കൽ പദ്ധതിക്ക്, രാഷ്ട്രീയ പദ്ധതിക്ക് ആ സംഘപരിവാറിനും ബി ജെ പിക്കുമൊക്കെ കേരളത്തിൽ അടിതെറ്റുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അല്ലെങ്കിൽ സഭകൾ അതിനൊന്നും കൊണ്ട് പെട്ടെന്ന് വീഴാൻ തയ്യാറാകാത്തവരാണ്. അവരെയൊന്നും അങ്ങനെ പറ്റിക്കൽ എളുപ്പമല്ല എന്നുള്ളത് നമുക്ക് മനസ്സിലായിരിക്കുന്നു എന്നുള്ളതാണ് പറയേണ്ടത്. എങ്കിൽ പോലും ഈ പറയുന്ന സാധാരണക്കാരായിട്ടുള്ള വളരെ സാധാരണ ക്രിസ്ത്യൻ വിശ്വാസികളെയൊക്കെ തന്നെ സ്വാധീനിക്കാൻ കഴിയുന്ന ലെവലിൽ തന്നെ വളരെ കൃത്യമായി കാസയെയും അതുപോലെ തന്നെ മറ്റു പല ആളുകളെയും ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് ക്രിസ്ത്യൻ വോട്ട് ബാങ്കിനകത്ത് ഇൻറോഡ്സ് ഉണ്ടാക്കാനും ചെറിയ ചില നേട്ടങ്ങൾ ഉണ്ടാക്കാനും ഒക്കെ സംഘപരിവാറിനും ബി ജെ പിക്കും ഒക്കെ കഴിഞ്ഞിരിക്കുന്നു. ഇതെങ്ങനെയാണ് മറ്റുള്ള രാഷ്ട്രീയ പാർട്ടികളൊക്കെ തന്നെ പ്രതിരോധിക്കാൻ പോകുന്നത് എന്നുള്ളത് കൂടി നമുക്ക് കാത്തിരുന്ന് കാണാം. എന്തായാലും സുരേഷ് ഗോപി നൈസായിട്ട് കഴിച്ചിലായി.